തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണം കാണാതായെന്ന റിപ്പോർട്ട്. കാണാതായത് യൂറോളജി വകുപ്പിൽ നിന്ന് എന്ന് ആരോഗ്യമന്ത്രി. MP ഫണ്ടിൽ നിന്നും വാങ്ങിയ 20 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഉപകരണം കാണാതായതിൽ വകുപ്പ് തല അന്വേഷണത്തിനൊരുങ്ങി സർക്കാർ. കണ്ടെത്തലുള്ള യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ വിദഗ്ധ സമിതി തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട്. യൂറോളജി വകുപ്പിലെ ചില ഉപകരണങ്ങൾ ബോധപൂർവം കേടാക്കിയെന്നും കാണാനില്ലെന്നുമാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലുള്ളത്. 20 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഓസിലോസ്കോപ്പ് എന്ന ഉപകരണമാണ് കാണാതായത്. ശശി തരൂർ MPയുടെ വികസന ഫണ്ടിൽ നിന്ന് വാങ്ങിയ ഉപകരണമാണ്. ഉപകരണം കാണാതായതിൽ വകുപ്പ് തല അന്വേഷണവും പോലീസ് അന്വേഷണവും വേണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ വെളിപ്പെടുത്തൽ അന്വേഷിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തലുമുള്ളത്. പല കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളത് പറഞ്ഞതാണ്. അതിലൊന്നാണ് ഹയർ സമിതിയുടെ ഇത്. മറ്റൊരെണ്ണം ഈ തരത്തിൽ അവിടെ ഒരു മെഷീൻ കാണുന്നില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ട് സമിതി കണ്ടെത്തിയതാണത്. അപ്പൊ അത് ഈ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എന്താണെന്ന് കാണട്ടെ. കാരണം അതിലൊക്കെ കൃത്യമായ രജിസ്റ്റേഴ്സ് ഉള്ളതാണല്ലോ. വിഷയത്തിൽ ആരോഗ്യ വകുപ്പിനെ കുറ്റപ്പെടുത്തി പ്രതിപക്ഷം രംഗത്തെത്തി. മോഷണ കുറ്റം ചുമത്തി സത്യസന്ധനായ ഡോക്ടറെ ക്രൂശിക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റേതെന്ന് VD സതീശൻ വിമർശിച്ചു. എപ്പോഴും നിലപാടിനെ കുറിച്ച് സംസാരിക്കുന്ന ആരോഗ്യമന്ത്രി ആദ്യം എടുത്ത നിലപാട് ഡോക്ടർ ഹാരിസിനെതിരായിട്ടായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം മാറുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ നിലപാട് മാറ്റി ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കും എന്നാണ് പറഞ്ഞത്. ആ ഡോക്ടറെ മോഷണക്കുറ്റത്തിൽ വരെ പെടുത്തി എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് അധികാരത്തിലിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതിനിടയിൽ പരാതി അറിയിക്കാനുള്ള കത്ത് പ്രിന്റ് ചെയ്യാനുള്ള പേപ്പർ വരെ പൈസ കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതിയാണ് മെഡിക്കൽ കോളേജിലെന്ന ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം ആശുപത്രിയിലെ പ്രതിസന്ധി കൂടുതൽ വ്യക്തമാക്കുന്നതാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.